ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാനൊരു പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എണ്ണയൊന്ന് ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയോ പിന്നെ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ സെൽഫ് റൈസിങ് ഫ്ലോറോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 സവോള 2-3 സവോള ഞാനിവിടെ ചെറുതാണെങ്കിൽ ഒരു 3 എടുത്തുള്ളൂ കേട്ടോ. 3 സവോളേനെ ഞാനിവിടെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായം വേണം, കായപ്പൊടി വേണം, പിന്നെ മുളക് പൊടി വേണം, വെള്ളം വേണം. അപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊടിയിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവോള, ഓക്കെ, പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിന് ചേർത്തോളൂ കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി, ഇത്രയും കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് കുഴച്ചെടുത്താലാണിത് നല്ലപോലെ മിക്സായിട്ട് എല്ലാം കൂടെ മിക്സായി വരുള്ളൂ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അതെ, നമ്മുടെ മാവിനെ നമ്മളിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതെ, ആ സമയം കൊണ്ട് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടോ എന്ന് ഉള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരുപാട് കട്ടിയില്ലാതെ ഇങ്ങനെ പരത്തി പരത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വേഗം വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ വളരെ എളുപ്പമല്ലേ. നമ്മുടെ ചായയുടെ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മുടെ സ്നാക്സും റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഞങ്ങൾ ഇത് ഈ ഒരു പൊടി തന്നെ ഞാനെടുത്തത് ഇപ്പോൾ മൈദപ്പൊടിയായിരുന്നു. അപ്പോൾ അതില്ല, സെൽഫ് റൈസിങ് ഫ്ലോറാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതില്ലാന്ന് കരുതികൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട. എന്ത് പൊടിയാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ആയി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കണ്ടിട്ടില്ലേ, നല്ല ഒന്ന് ഇതിപ്പോൾ സെൽഫ് റൈസിങ് ഫ്ലോർ ആയതുകൊണ്ടാണ് തോന്നുന്നത്. കണ്ടോ, നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും. അത് നമുക്ക് അങ്ങനെ പറയണമെന്നൊന്നുമില്ല. ഇത് ഇതിലോട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊന്നാവട്ടെ. കൊടുത്ത എല്ലാം ഇവിടെ നല്ലപോലെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടല്ലോ, അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോക്കിക്ക്, നമ്മളുടെ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ അത്രയും പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയത്. ഇനി പകുതി മാവും കൂടെ എനിക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് പേരുള്ളെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് എടുത്താലും നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാം അതിൻ്റെ പകുതി വെച്ചെടുത്താൽ മതി. അപ്പം നോക്കിക്ക്, നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇത്.
കാണിച്ചു തരാം കേട്ടോ. കണ്ടോ സൗണ്ട് കേട്ടോ? ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ? നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.